ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നാഗ്ഡോർ എന്ന് പറയുന്ന ഒരു ഏജൻസി നടത്തിയ പഠനത്തിൽ ദളിത് വോട്ടുകൾ നേരത്തെ പറഞ്ഞ 17% വരുന്ന ദളിത് വോട്ടുകളിൽ 44% ആം ആദ്മി പാർട്ടിക്കൊപ്പം നിൽക്കുമ്പോൾ ഓർമ്മിക്കണം വെറും 12% പിറകിലാണ് BJP എന്ന് പറഞ്ഞാൽ 32% ദളിത് വോട്ടുകൾ BJP-യിലേക്ക് പോയേക്കാം 2020 അപേക്ഷിച്ച്. ദളിത് വോട്ടും പോകും, OBC വോട്ടും പോകും. ദളിത് വോട്ടിലും OBC വോട്ടിലും അത് വളരെ നിർണായകമായ ഷിഫ്റ്റാണ് ഉണ്ടാവുക. അതിനകത്ത് യാതൊരു സംശയമില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം സുനിൽ പറഞ്ഞത്, ഈ 2022 പഞ്ചാബിൽ അധികാരത്തിൽ വന്ന ആം ആദ്മി പാർട്ടി രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ് കൂടി പിടിക്കുന്നു, നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് കിട്ടുന്നവർക്ക് 2027 അവർ ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡൽഹിയിൽ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും പരാജയപ്പെടുകയാണെങ്കിൽ 2027 പഞ്ചാബ് സുരക്ഷിതമല്ല. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പഞ്ചാബിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. കാരണം പഞ്ചാബിൽ ഈ ഫ്രീ ബീസ് പ്രഖ്യാപിച്ചു. ഈ പറയുന്ന 300 യൂണിറ്റ് ആട്ടോ അവിടുത്തെ ഈ പറയുന്ന സൗജന്യ വൈദ്യുതി എന്ന് പറയുന്നത് 300 യൂണിറ്റ്സ് ആണ്. അവിടെ നമുക്കറിയാലോ അതൊരു കാർഷിക സംസ്ഥാനമാണ്. അവിടെ വൈദ്യുതിയും കുടിവെള്ളവും പിന്നെ ജലസേനത്തിനായുള്ള വെള്ളം, വൈദ്യുതി, ഇത് രണ്ടും കാർഷിക മേഖലയ്ക്ക് വളരെ അനിവാര്യമാണ്. അവിടെ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ചെറുതല്ല. ഇവിടെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ലഭിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ വലിയ അസിസ്റ്റൻസ് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗ്യം, അതിനൊരു പ്രിവിലേജ് ഡൽഹിയിലുണ്ട്. അത് പക്ഷേ പഞ്ചാബിലില്ല. നിങ്ങൾ എടുത്തു നോക്കിയാൽ രാജ്യത്തെ ഏറ്റവും ഡെപ്റ്റുള്ള സംസ്ഥാനങ്ങൾ 5 സംസ്ഥാനങ്ങളിൽ 1 പഞ്ചാബായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ തോറ്റാൽ 2027 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലും ആം ആദ്മി പാർട്ടി തോൽക്കും. പാർട്ടി ഉണ്ടാകുമോ എന്ന രൂപത്തിൽ തന്നെ